to Koi Koden! We are exploring the best of anime! Remember to like and subscribe! ഇന്ന് നമുക്ക് നല്ലൊരു ലഞ്ച് ആയാലോ നോക്കാം. ഇന്നത്തെ ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എങ്കിൽ വാ. കണ്ടില്ലേ, നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് നല്ലൊരു നമുക്ക് മീൻ വറക്കാനുള്ളതിന് അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. മസാലയൊക്കെ തേച്ച് നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ജോലിയൊക്കെ തീരുമ്പോഴത്തേക്ക് നമുക്കിതെടുത്ത് ഇപ്പോൾ ഫ്രൈ ചെയ്യാം. ഓക്കെ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അതിനാവശ്യമുള്ള ചേരുവകൾ: മുളക് പൊടി 2 സ്പൂൺ ഇടാം, നമുക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനിഗർ ചേർക്കാം. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനിഗറാണ് ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചേർത്താൽ മതിയാവും, 1 സ്പൂണോളം ചേർത്താൽ മതിയാവും. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. അപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഫ്രൈ ആകുമ്പോഴത്തേക്ക്. ഞാനിതൊരു ചെറിയ ബൗളിനകത്താക്കിയാണ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ കൂടുതൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബൗളിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അയലയുടെ തണുപ്പെല്ലാം പോയി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് നമുക്കൊരു ഒഴിപ്പൊഴിച്ചിട്ടുണ്ടാക്കാം. ഒക്കെ കോണോയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്യുവർ കോണോയിൽ ഇവിടെ കിട്ടും. അതാണ് ഞാൻ കൂടുതലും ഒഴുക്കുവെട്ടിക്ക് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഒത്തിരി ബീറ്റ്റൂട്ട് മാത്രമല്ല, ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം ഒരുമിച്ച് കട്ട് ചെയ്താണ് ചേച്ചി വെച്ചു. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പേരിക്ക് കേട്ടോ, കുറച്ചിടാം. പൊടി സൂപ്പർ കണ്ടോ, സൂപ്പറാണ്, അടിപൊളിയാ. ഉപ്പേരി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പേരി മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ചെറിയ മീനുണ്ടല്ലോ, നമുക്ക് നല്ല പ്യുവർ വെളിച്ചെണ്ണയിൽ നമുക്ക് അങ്ങോട്ട് വറുത്തെടുക്കാം. വറക്കാനൊക്കെ വെച്ച സമയത്തിന് നമ്മൾ മറ്റേ സ്റ്റവിനകത്ത് ചോറ് വെക്കാൻ വെച്ചിട്ടുണ്ട്, കുക്കറിൽ കേട്ടോ. നമുക്ക് തിരിച്ചിടാം. ഒരു വശം മൂത്തിട്ടുണ്ട്. നമ്മളെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് മറു സൈഡും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറിയ ഉച്ചയൂണ് ഞാനിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഓക്കെ, കണ്ടില്ലേ, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ലേ? എങ്കിൽ വാ, ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 റോബസ്റ്റ പഴവും 1 പിയറും 1 ആപ്പിളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പാൽപ്പൊടി, നല്ല ഫ്രഷായിട്ടുള്ള പാൽപ്പൊടി എടുത്ത് കാച്ചി കുറുക്കുന്നുണ്ട്. നന്നായിട്ട് കുറുക്കി അത് തണുത്ത് കഴിയുമ്പം ചെറിയ ഒരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാം. ആ ഫ്രൂട്ട്സിലോട്ട് നമ്മൾ കുറച്ച് വാൾനട്ട് ക്രഷ് ചെയ്തത് അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കിൻ്റെ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഹണി കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ എടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഇന്ന് ഊണിൻ്റെ കൂടെ ഉണ്ടോ ഒരു അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡും റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ബ്ലാക്ക് റൈസിൻസും വാൾനട്ട്സും കൂടി വെച്ച് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങളപ്പോൾ ഉണ്ടാക്കി നോക്കുകയല്ലേ? വാ, ഒന്നിച്ച് നമുക്ക് കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് കമൻസ് ഇടണം കേട്ടോ.